ഹലോ ഗായ്സ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊടുമ്പുളി വയ്ക്കാം. കൊടുമ്പുളി വയ്ക്കാനായിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്ത് അതിന് ശേഷം ഒരുപാട് വെള്ളം, അതായത് ഇത്രയും വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ആ വെള്ളത്തിൽ ഇപ്പം നമുക്ക് എത്ര പുളി വേണോ അതനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ കായപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇടൂല, കായപ്പൊടി ഇട്ട് പിന്നെ അതിന് ശേഷം ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇത്രേ ചേർക്കുന്നുള്ളൂ, വേറൊന്നും ഇതിൽ ഈ രസത്തിൽ ചേർക്കുന്നില്ല. ഈ കലത്തിലാണ് ഞാൻ കൊടുമ്പുളി വയ്ക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ച് നമ്മൾ കല ഉണക്കി വെച്ചിട്ടുണ്ട്, ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളം നനവെല്ലാം പോയി. അപ്പോൾ ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വേറെ ഒന്നും ചേരണമൊന്നുമില്ല, സിമ്പിളായിട്ട് വെക്കാൻ പോവുകയാണ്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതാ 2 കഷ്ണം ഉള്ളി, ഇച്ചിരി കറിവേപ്പില, വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം. എനിക്ക് വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് 2 ചേർക്കുന്നുള്ളൂ. നമുക്ക് ഉള്ളത് വെച്ചിട്ട് ഇനി ഇതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഉള്ളി ഒന്ന് മൂത്ത് വരണം. അതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിളായിട്ട് വെക്കണേന്ന്. ഇത് വേറെ ഒന്നും വേണ്ട. ചോറ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ ഇതുപോലെ അവരെ മോളും ഇതുപോലെ നമ്മൾ രണ്ടും ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ സ്കൂൾ വിട്ട് അവിടെ വരും. ഞാൻ എൻ്റെ വീട്ടിൽ പോവാതെ നേരെ അമ്മേരെ വീട്ടിൽ കയറും. അപ്പോഴമ്മ എന്തോന്ന് ഈ നല്ല നാടനരി ചോറും ഇതുപോലെ വെറും രസവും കാണും, അതുപോലെ കിഴങ്ങ് കാണും, കപ്പ, ഇതും കൂടെ കൂട്ടാൻ വെച്ച് തന്നാൽ നമുക്ക് മീനൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. എനിക്കെപ്പോഴും എനിക്ക് ആ അമ്മേരെ ഓർമ്മ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് വെച്ച് നോക്കാം. സാധാരണ നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ വഴറ്റി എടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളറായി. ഇതിൻ്റെ ഒന്നും ഒരു ശകലം കൂടെ മൂക്കണം. ഇനി ഒന്ന് കരിഞ്ഞ കണക്ക് അതിൽ കിടക്കും. അതാണ് ഞാൻ കുറച്ചുകൂടെ ഇട്ടേക്കണത്. അപ്പോൾ ഇനി ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. പുളി ഒഴിച്ചു കൊടുക്കുക. പുളിയും കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തതാണ്. എല്ലാം ഒഴിച്ച് വേണ്ട. മഞ്ഞൾപ്പൊടി ചേർക്കൂല, വെളുത്തുള്ളി ചേർക്കൂല, ഇഞ്ചി ഒന്നും ചേർക്കൂല, കുരുമുളക് ഒന്നും. ഇത് അല്ലാതെ തന്നെ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഇതിന് തിളച്ചതിന് ശേഷം കാണാം. ഇങ്ങനെ നമ്മളെ കൊടുമ്പുളി തിളച്ച് മറിയുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ കറികൾ ഞാൻ കാണിച്ചു തരാം. ഇന്നെന്തൊക്കെ കറികളാണെന്ന്. വെള്ളാങ്കണ്ണി മീൻ വറ്റിച്ചത്, തിരുവനന്തപുരത്തൊക്കെ വെള്ളാങ്കണ്ണി എന്നാണ് പറഞ്ഞിട്ടല്ല, വേളാങ്കണ്ണിയില്ല. പിന്നെ അതാണ്ട ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, പിന്നെ വെള്ളാങ്കണ്ണി മീൻ ഫ്രൈ ആക്കിയത്, പിന്നെ നമ്മുടെ കൊടുമ്പുളി ഇതാണ്. പിന്നെ ചോറ് അവിടെ അടുപ്പിൽ കിടക്കും. നമ്മളെ കൊടുമ്പുളി ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഉപ്പും എല്ലാം കറക്റ്റുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.